നമസ്കാരം. കച്ചോലം ദീർഘകാലം നശിക്കാതെ മണ്ണിനടിയിൽ തന്നെ കിടക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കച്ചോലക്കിഴങ്ങുകൾ. വർഷകാലാരംഭത്തോടെ കിഴങ്ങിൽ നിന്ന് ഇലകൾ മുളയ്ക്കുകയും ചെയ്യും. വെള്ള നിറത്തിലുള്ള ദളത്തിൽ പർപ്പിൾ പാടുകളുള്ള പൂക്കളാണ് ഇവയ്ക്ക്. ചുമ, തൊണ്ടയടപ്പ്, ജലദോഷം, മൂക്കൊലിപ്പ് തുടങ്ങിയ സാധാരണ മഴക്കാല രോഗങ്ങൾക്ക് ആശ്വാസകരമാണ് ഈ കച്ചോലം. ഇത് സമൂലം സുഗന്ധമുള്ളതാണ്. ഇത് ദഹനരസത്തെ ഉത്തേജിപ്പിക്കുകയും ത്വക്ക് രോഗങ്ങൾ, മുറിവുകൾ, അണുബാധ എന്നിവയ്ക്കും ഈ കച്ചോലം ഫലപ്രദമാണ്. എന്നാൽ അമിത ആർത്തവമുള്ളവർ, രക്തസ്രാവവുമായി ബന്ധപ്പെട്ട രോഗമുള്ളവർ, മുലയൂട്ടുന്നവർ, ഗർഭിണികൾ എന്നിവർ കച്ചോലക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കച്ചോലക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചത് 1 ഗ്രാം ആവശ്യത്തിന് തേൻ ചേർത്ത് കഴിക്കുന്നത് കഫക്കെട്ടും ശ്വാസകോശ പ്രശ്നങ്ങളും അകറ്റാൻ നല്ലതാണ്. തൊണ്ടയടപ്പിനും ചുമയ്ക്കും കച്ചോലക്കിഴങ്ങ് നുറുക്കി ചവച്ചിറക്കുന്നത് നല്ലതാണ്. 1/2 ഗ്രാം വീതം കച്ചോലക്കിഴങ്ങ്, തിപ്പലി, കറുവാപ്പട്ട എന്നിവ 200 മില്ലി വെള്ളത്തിൽ തിളപ്പിച്ച് തണുത്ത ശേഷം തേനും ചേർത്ത് കഴിക്കുന്നത് ജലദോഷം, മൂക്കൊലിപ്പ് എന്നിവ അകറ്റും. കച്ചോലക്കിഴങ്ങ് ചതച്ച നീര് നാരങ്ങ നീരുമായി ചേർത്ത് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന മാറാൻ നല്ലതാണ്. കച്ചോലക്കിഴങ്ങ് ചതച്ച നീരെടുത്ത് 5 മില്ലി കഴിക്കുന്നത് ഛർദി മാറാൻ നല്ലതാണ്. നവജാത ശിശുക്കളുടെ ജലദോഷം മാറാൻ കച്ചോലക്കിഴങ്ങിന്റെ ഇല ഞെരടി മണപ്പിക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.